ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പഴുത്ത ഏത്തയ്ക്ക കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. നമുക്ക് സദ്യക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പഴുത്ത ഒരു ഏത്തയ്ക്ക പുഴുങ്ങിയതാണ് കേട്ടോ. ഇനി അത് നടുകയൊന്ന് പിളർന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ കറിക്കകത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കിടക്കാം. അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ചിലർ അരച്ച് കുഴമ്പ് പോലെ ചേർക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചേർക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇതേപോലെ അരിഞ്ഞിടുന്നതാണ് കേട്ടോ. ഏത്തയ്ക്കയെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി എടുക്കേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള കട്ട തൈര് വേണം എടുക്കാൻ. അത് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഏത്തയ്ക്ക ഒട്ടും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർക്കുമ്പം ഒട്ടും തിളക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയും അത് പീര പോലെ ആയിപ്പോൾ, അതുകൊണ്ട് തിളക്കരുത്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോഴും ഫ്ലെയിം നന്നായിട്ട് കുറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി വെക്കുമ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല, പീരൻ വെള്ളം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.